അപ്പൊ ഇവിടെ നമ്മൾ ശിവകുണ്ഡലിനി യോഗം ആയുഷ്കല എന്ന പരിശീലനത്തിൽ 2 വിധത്തിലുള്ള പ്രാണായാമങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലെവൽ 3-യിലുള്ളവര് ഒക്കെ പഠിക്കുന്ന പ്രാണായാമങ്ങൾ ഹഠയോഗ വിഭാഗത്തിലെ പ്രാണായാമങ്ങളാണ്, അല്ലെ ഊർജ പ്രസരണ ക്രിയ പ്രാണായാമങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ആയുഷ്കലയുടെ ശിവകുണ്ഡലിനി യോഗത്തിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ രാജയോഗ വിഭാഗത്തിലെ പ്രാണായാമങ്ങൾ നമ്മൾ പഠിക്കും. 2 വിധത്തിൽ പ്രാണായാമങ്ങളെ തിരിച്ചിട്ടുണ്ട്. ഹഠയോഗ പ്രാണായാമങ്ങളും 1, 2 രാജയോഗ പ്രാണായാമങ്ങളും എന്നാണ് പറയുക. ഹഠയോഗ പ്രാണായാമങ്ങൾ പ്രധാനമായും നമ്മളുടെ ഹഠം എന്ന വാക്കിന് സൂര്യൻ, ചന്ദ്രൻ എന്നൊരർത്ഥമുണ്ട്. പ്രധാനമായും ഇത് നമ്മളുടെ സൂര്യനാഡിയെയും ചന്ദ്രനാഡിയെയും ഉത്തേജിപ്പിക്കുമെന്നാണ് പറയുക. അതായത് നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുമ്പോൾ യോഗ ഭാഷയിൽ അതിനെ ത്രിമാന ശരീരങ്ങളായി പറയാറുണ്ട്. യോഗ ഭാഷയിൽ അതിനെ പഞ്ചമാന ശരീരങ്ങളായി പറയാറുണ്ട്. നമ്മൾ ഈ കാണുന്ന ഫിസിക്കൽ ബോഡി, ഭൗതിക ശരീരം എന്ന് പറയുന്നതിനെ അന്നമയ കോശം എന്നാണ് പഞ്ചകോശ സിദ്ധാന്തം അനുസരിച്ച് പറയുക. സ്ഥൂല ശരീരം എന്ന ത്രിമാന സിദ്ധാന്തം അനുസരിച്ച് ഇതിനെ സ്ഥൂല ശരീരമെന്നും പഞ്ചമാന സിദ്ധാന്തം അനുസരിച്ച് ഇതിനെ അന്നമയ കോശം എന്നും പറയും. ഇതിന്റെ 2ാം തലം സൂക്ഷ്മ ശരീരം, ത്രിമാന സിദ്ധാന്തം അനുസരിച്ച് 2ാം തലം അറിയപ്പെടുന്നത് സൂക്ഷ്മ ശരീരം എന്നാണ്. പഞ്ചമാന സിദ്ധാന്തം അനുസരിച്ച് 3 കോശങ്ങളുടെ 3 ലെയേഴ്സിന്റെ ഒന്നുചേരലാണ് ഈ ആസ്ട്രൽ ബോഡി, അല്ലെങ്കിൽ നമ്മളുടെ സൂക്ഷ്മ ശരീരം എന്ന് പറയും. പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം എന്നീ 3 എനർജി സെന്ററുകളാണ് അതെന്നാണ് പറയുന്നത്. നമുക്ക് വഴി അതിനെപ്പറ്റി വിശദമായി പറയാം. പഞ്ചമാന സിദ്ധാന്തം അനുസരിച്ച് ഇതിനെ മറ്റൊരു തലമായി പറയുന്നു ആനന്ദമയ കോശം എന്ന് പറയും. അതിനെ കാരണ ശരീരം എന്ന ത്രിമാന സിദ്ധാന്തം അനുസരിച്ച് പറയും. അതായത് ശരീരത്തെ പഞ്ചമാന ശരീരങ്ങളായും അല്ലെങ്കിൽ 5 ലെയേഴ്സായും ത്രിമാന തലങ്ങളായും അല്ലെങ്കിൽ 3 ശരീരങ്ങളായും പറയും. ത്രിമാന ശരീരങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെ ഈ നമ്മൾ ഈ കാണുന്ന ഫിസിക്കൽ ബോഡി, ഈ കൈയും കാലും കണ്ണും ചെവിയും മൂക്കും രക്തവും മാംസവും മജ്ജയും ഒക്കെ നിറഞ്ഞ നമ്മളുടെ ഈ ഭൗതിക ശരീരം, ഫിസിക്കൽ ബോഡി, അന്നമയ കോശം എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ സ്ഥൂല ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്, കാരണ ശരീരമുണ്ട്. ഇതിനെ 3നെയും ചേർത്ത് ത്രിമാന സിദ്ധാന്തം എന്ന് പറയും, അല്ലെങ്കിൽ ത്രിമാന ശരീരങ്ങൾ എന്ന് പറയും. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഈ 5 കോശങ്ങളെ ചേർത്ത് പഞ്ചമാന ശരീരം എന്ന് പറയും, പഞ്ചമാന സിദ്ധാന്തം എന്നതിനെ പറയും. അപ്പൊ ഇവിടെ നമ്മൾ ഈ യോഗത്തില്, നമ്മൾ ഈ ചെയ്യുന്ന ശിവകുണ്ഡലിനി ക്രിയാ യോഗത്തില് നമ്മളുടെ ത്രിമാന ശരീരങ്ങളെയും പഞ്ചമാന ശരീരങ്ങളെയും എനർജൈസ് ചെയ്യുന്ന അതിശക്തമായ പ്രാണായാമങ്ങളാണ് ഊർജ പ്രസരണ ക്രിയാ പ്രാണായാമങ്ങൾ. ഇവ കുണ്ഡലിനി ക്രിയാ പ്രാണായാമം എന്ന വിഭാഗത്തിലാണ് ഉൾക്കൊള്ളുന്നത്. യോഗശാസ്ത്രത്തിൽ അനേകം വിദ്യകളുണ്ട്. ഇപ്പൊ യോഗ വ്യായാമങ്ങൾ, ശിഥിലീകരണ വ്യായാമങ്ങൾ, സർവാംഗ വ്യായാമിക് യോഗ തുടങ്ങിയിരിക്കുന്ന അടിസ്ഥാനമായിരിക്കുന്ന പ്രാക്ടീസുകളുണ്ട്. അതായത് നമ്മുടെ കൈകളെ, കാലുകളെ ഒക്കെ വഴക്കി, നട്ടലിനെ ഒക്കെ വഴക്കിയെടുക്കാൻ വേണ്ടി, ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി സ്ഥിരം സുഖം ആസനം എന്നാണ് യോഗിമാർ പറയുക. നമ്മൾ പ്രാണായാമം ചെയ്യണമെങ്കിലും മന്ത്രജപം ചെയ്യണമെങ്കിലും ധ്യാനം ചെയ്യണമെങ്കിലും ശരീരം എങ്ങനെ ഇരിക്കണം? ശരീരം റിലാക്സ് ആക്കി ഇരിക്കാൻ കഴിയണം, സ്ഥിരമാക്കി ഉറപ്പിച്ചിരുത്താൻ കഴിയണം, ഇളക്കാതെ അനക്കാതെ ഒരു ഉറച്ച പാറ പോലെ ഇരുത്തിയെങ്കിലേ പ്രാണായാമവും മന്ത്രജപവും ധ്യാന പരിശീലനവും നമുക്ക് ആഴത്തിൽ ചെയ്യാൻ പറ്റും. ബലമില്ലാത്തൊരു ശരീരം കൊണ്ട്, ഫ്ലെക്സിബിൾ അല്ലാത്തൊരു ശരീരം കൊണ്ട്, അല്ലെ, അത്രയും സമയം ഇരിക്കാൻ പറ്റാത്തൊരു ശരീരം കൊണ്ട് നമ്മൾ യോഗം അനുഷ്ഠിച്ചാൽ അതിന് പൂർണ്ണത ഉണ്ടാവില്ല എന്നാണ് യോഗിമാർ പറയുക. അപ്പൊ മനുഷ്യന്റെ പൂർണ്ണതയിലേക്കുള്ള പരിണാമത്തിന് അവനെ ഒരുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഹഠയോഗ ക്രിയകളൊക്കെ ഉൾക്കൊള്ളുന്നത്. നമ്മൾ ഈ പറഞ്ഞ യോഗ വ്യായാമങ്ങൾ, യോഗാസനങ്ങൾ, യോഗമുദ്രകൾ, യോഗബന്ധങ്ങൾ, അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള മറ്റു പ്രാക്ടീസുകൾ, പ്രാണായാമങ്ങൾ, മന്ത്രജപങ്ങൾ, ധ്യാന പരിശീലനങ്ങൾ, സൂക്ഷ്മ യോഗാക്രിയകൾ, സങ്കല്പ ശാക്തീകരണ ക്രിയകൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന അതുല്യമായ ഒരു ശാസ്ത്രമാണ് യോഗവിദ്യ. അതിന്റെ കാച്ചുകുറുക്കിയ ഫോമാണ് ശിവകുണ്ഡലിനി യോഗം, ആയുഷ്കല എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു 10, 60, 70 വയസ്സായവർക്കൊക്കെ ഈ ഹഠയോഗ ക്രിയകൾ, അതായത് നമ്മൾ ഈ പറയുന്ന ശരീരത്തെ ചലിപ്പിച്ചു കൊണ്ടിട്ടുള്ള യോഗിക് എക്സർസൈസുകളും, അല്ലെങ്കിൽ ഇപ്പോ യോഗിക് എക്സർസൈസുകൾ കുറച്ചുകൂടി സിമ്പിൾ ആണ്, ശിഥിലീകരണ വ്യായാമങ്ങൾ കുറച്ചുകൂടി സിമ്പിൾ ആണ്. പക്ഷേ സൂര്യ നമസ്കാരം, ചന്ദ്ര നമസ്കാരം,
അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സർവാംഗാസനം, ശീർഷാസനം, ഹലാസനം, ധനുരാസനം, ഇതൊക്കെ ചെയ്യുക പ്രയാസമാണ് കുറച്ച് പ്രായമുള്ളവർക്ക്, അല്ലെ? അവരുടെ ശാരീരികാവസ്ഥ, അവരുടെ പ്രായം, രോഗാവസ്ഥ, ഇതൊക്കെ മൂലം പലർക്കും ഇങ്ങനെയുള്ള യോഗാസന പരിശീലനങ്ങളും ശരീരത്തെ അധികം ചലിപ്പിച്ചുകൊണ്ടിട്ടുള്ള ക്രിയകളും വളരെ ബുദ്ധിമുട്ടാണ്. അവർക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന പ്രാക്ടീസുകളാണ് ശിവകുണ്ഡലിനി യോഗം ആയുഷ്കലയിൽ ഉള്ളത്. അതായത് ആബാലവൃദ്ധം ജനങ്ങൾക്ക് പഠിക്കാമെന്നാണ്. ഒരു 10 വയസ്സ് മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ആയുഷ്കല പരിശീലിക്കാം. ഇവിടെ ശരീരത്തെ ക്ലേശിപ്പിക്കുന്ന യാതൊരു ഫിസിക്കൽ പ്രാക്ടീസുകളും ഇതിന്റെ അകത്തില്ല. ഇതിൽ ഏറ്റവും അധികം ഉൾക്കൊള്ളുന്നത് ഊർജ്ജക്രിയാ പ്രാണായാമങ്ങൾ അല്ലെങ്കിൽ ഊർജ്ജ പ്രസരണ ക്രിയാ പ്രാണായാമങ്ങളാണ്. അത് നമ്മളുടെ ത്രിമാന ശരീരങ്ങളെയും പഞ്ചമാന കോശങ്ങളെയും സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെയും അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയ കോശങ്ങൾ. അപ്പോ നമ്മൾ ഈ അന്നമയ കോശം എന്ന് പറയുന്നതാണ് ഫിസിക്കൽ ബോഡി. പ്രാണമയ, മനോമയ, വിജ്ഞാനമയ കോശമാണ് ആസ്ട്രൽ ബോഡി അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരം. ആനന്ദമയ കോശമാണ് നമ്മൾ പറയുന്ന കാരണ ശരീരത്തിന്റെ തലം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെല്ലാം എനർജൈസ് ചെയ്യാൻ സഹായിക്കുന്ന ക്രിയയാണ് ഊർജ പ്രസരണ ക്രിയ പ്രാണായാമങ്ങൾ. വളരെ സവിശേഷതയോടെ നമ്മൾ ഈ ആയുഷ്കല പരിശീലനത്തില് ഊർജ പ്രസരണ ക്രിയ പ്രാണായാമങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലെ? ഹഠയോഗ വിഭാഗത്തിലുള്ള അനേക പ്രാണായാമങ്ങൾ നമ്മൾ ഇനി പഠിച്ചു പോകും. ഊർജ പ്രസരണ ക്രിയ പ്രാണായാമങ്ങൾ, കപാലഭാതി എന്ന് വിളിക്കുന്ന പ്രാണായാമം. കപാലഭാതി, കപാലം എന്നാൽ തല, ഭാതി എന്ന് പറഞ്ഞാൽ അതിനെ പ്രകാശിപ്പിക്കുക എന്നും ശുദ്ധീകരിക്കുക എന്നും എനർജൈസ് ചെയ്യുക എന്നും അർത്ഥമുണ്ട്. അപ്പൊ കപാലഭാതി, കപാലത്തെ, തലയെ എനർജൈസ് ചെയ്യുന്ന, ഉത്തേജിപ്പിക്കുന്ന, ക്ലെൻസ് ചെയ്യുന്ന പ്രാണായാമമാണ് കപാലഭാതി എന്ന് വിളിക്കുന്ന സവിശേഷമായ ഹഠയോഗ ക്രിയ പ്രാണായാമം ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മൾ 3ാം ലെവൽ ചെയ്യുന്ന നമ്മൾക്കറിയാം. ഹഠയോഗ പ്രാണായാമത്തിൽ പറയുന്ന കപാലഭാതിയുടെ പ്രാധാന്യം നമുക്കറിയാം, അല്ലെ? നമ്മൾ ഇതിലെ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. ഏതാണ് ആ സ്റ്റെപ്പ്? എത്രാമത്തെ സ്റ്റെപ്പിലാണ് ഇവിടെ ഹഠയോഗ ക്രിയ പ്രാണായാമമായിരിക്കുന്ന കപാലഭാതി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്? എത്രാമത്തെ സ്റ്റെപ്പിലാ? 4ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അന്തർകുംഭക സഹിത കപാലഭാതി പ്രാണായാമം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ബേസിക് ആണ് നമ്മളിപ്പോ ചെയ്യുന്നത്. അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ അതിന് അഡ്വാൻസ് നമ്മൾ പഠിക്കും. ബന്ധത്രയ കുംഭക സഹിത കപാലഭാതിയിലേക്ക് നമ്മൾ പോകും. അപ്പൊ കപാലഭാതിയെ പറ്റി പറയുന്നത് തന്നെ ഒരുപാട് സവിശേഷതകൾ, ഒരുപാട് വിശേഷണങ്ങളുള്ള പ്രാണായാമമാണ് കപാലഭാതി. സാധാരണഗതിയിൽ കപാലഭാതി എന്ന് കേൾക്കുമ്പോൾ പലർക്കുമുള്ള തെറ്റിദ്ധാരണ യോഗയിലെ ഷക്രിയകളുണ്ട്. നേതി, നൗളി, ധൗതി, ഭസ്തി, കപാലഭാതി, ത്രാടകം. അതായത് ക്ലെൻസ് ചെയ്യുന്ന, നമ്മളെ ആന്തരിക അവയവങ്ങളെ പ്രധാനമായിട്ടും ശുദ്ധീകരിക്കുന്ന ക്രിയകളാണ് നേതി, നൗളി, ധൗതി, ഭസ്തി, കപാലഭാതി, ത്രാടകം. അപ്പൊ ഇതിൽ പറയുന്ന കപാലഭാതി ഉണ്ട്, അത് പ്രധാനമായും നമ്മളുടെ ശ്വാസകോശത്തിനെ ശുദ്ധീകരിക്കുന്ന ക്രിയയാണ്. എന്നാൽ കുണ്ഡലിനി ക്രിയ പ്രാണായാമത്തിൽ വരുന്ന കപാലഭാതി, അതായത് ബന്ധത്രയ കുംഭകത്തോടു കൂടി നമ്മൾ കപാലഭാതി ചെയ്തു കഴിഞ്ഞാൽ അത് കുണ്ഡലിനി ക്രിയ പ്രാണായാമമായിട്ട് മാറും. ബന്ധത്രയ കുംഭകം നമ്മൾ വിശദമായി പഠിക്കും. മൂലബന്ധം, അതായത് മൂലാധാരത്തെ ആക്ടിവേറ്റ് ചെയ്യുന്ന മൂലബന്ധം, ഉഠിയാനബന്ധം നമ്മളുടെ മണിപൂരകം, അഗ്നിതത്വത്തെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഉഠിയാനബന്ധം, ജാലന്ധരബന്ധം നമ്മളുടെ വിശുദ്ധി ചക്രത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ജാലന്ധരബന്ധം. ഇങ്ങനെയുള്ള സവിശേഷമായ ടെക്നിക്കുകളാണ് ശിവകുണ്ഡലിനി ക്രിയയിലൊക്കെ വരുന്നത്. അപ്പൊ കപാലഭാതി പ്രാണായാമം ഇവിടെ എന്തായിട്ട് വരുന്നു? നമ്മളുടെ കുണ്ഡലിനി ജാഗരണ പ്രാണായാമമായിട്ട് മാറും. നമ്മളിനി 4ാം സ്റ്റേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അതിന്റെ ബന്ധത്രയ കുംഭക ക്രിയകളൊക്കെ കൂടുതൽ കൃത്യമായിട്ട് പഠിക്കും. അപ്പൊ കപാലഭാതിയെ പറ്റി പറയുന്നത് ഇതൊരു വിഘ്നേശ്വര പ്രാണായാമമാണ്. എന്താ വിഘ്നേശ്വര പ്രാണായാമം എന്ന് പറഞ്ഞാൽ? വിഘ്നേശ്വരൻ, അല്ലെ? ഗണപതി പ്രാണായാമം. നമ്മുടെ എല്ലാ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും ഇല്ലാതാക്കുന്ന ദേവനായിട്ടാണ് മഹാഗണപതി എന്ന് നമ്മൾ പറയുക, അല്ലെ? ഗജാനനം ഭൂതഗണാതിസേവിതം കപിദ്ധജംബൂ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം എന്നൊക്കെ നമ്മൾ ഗണപതിയുടെ ശ്ലോകങ്ങളെ ചൊല്ലാറുണ്ട്, അല്ലെ? നമ്മളൊരു വീട്ടിലെ ഒരു പൂജ നടത്തുകയാണെങ്കിലും ക്ഷേത്രത്തിലെ പൂജ നടത്തുകയാണെങ്കിലും ആദ്യം എന്ത് ചെയ്യും? ഗണപതി പൂജ, ഗണപതി ഹവനം നമ്മൾ നടത്തിയിട്ടാണ് ചെയ്യുക. കാരണം വിഘ്നങ്ങൾ ഇല്ലാതെ, അതായത് സർവകാര്യേഷു സർവദാ സിദ്ധിത എന്നൊക്കെ ഗണപതിക്ക് വിശേഷണങ്ങൾ കൊടുക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും സിദ്ധിക്കുന്ന ആൾ, സാധകന് നൽകുന്നയാൾ, വരം നൽകുന്നയാൾ. അതായത് ഏത് കാര്യത്തിനിടങ്ങുമ്പോഴും ഗണപതി പൂജ ചെയ്ത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് ഫലം ഉണ്ടാകുമെന്നാണ്, നമ്മൾ വിജയിക്കും എന്നാണ്, സർവകാര്യവും സിദ്ധിക്കുമെന്നാണ് പറയുക. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലെ പൂജകളിലും ഗൃഹങ്ങളിൽ നടത്തുന്ന പൂജകളിലും ഒക്കെ നമ്മൾ ഗണപതി പൂജ ഗണപതിക്ക് വെക്കുക എന്നൊരു ചൊല്ല് തന്നെ നമുക്കുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്ന കപാലഭാതിക്ക് ഒരു പേരുണ്ട്. ഋഷികൾ അതിനെ വിളിക്കുന്നത് വിഘ്നേശ്വര പ്രാണായാമം അല്ലെങ്കിൽ ഗണപതി പ്രാണായാമം എന്നുള്ളതാണ്. കപാലഭാതി നമ്മൾ നന്നായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ
ഇരിക്കാനുള്ള ശരീരത്തിന്റെ കായസ്ഥൈര്യം കൂടും, കായസ്ഥിതി വർദ്ധിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഉയർന്ന ധ്യാനക്രിയകളൊക്കെ ചെയ്യണമെങ്കിൽ ശരീരം ഇളകാതെ അനങ്ങാതെ ഇരിക്കണം. ഇപ്പോഴൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ ശരീരം ഇളക്കി അനക്കി കണ്ണു തുറന്നിട്ടൊക്കെയാണ് നമ്മൾ പോകുക, അല്ലെ? അപ്പൊ അത് സൂക്ഷ്മമായി നമ്മളുടെ ആസ്ട്രൽ ബോഡിയിൽ ഉണ്ടാകുന്ന സൂക്ഷ്മ തരംഗങ്ങൾ ഇങ്ങനെയുള്ള ബാഹ്യ ശരീരത്തിന്റെ ഇളക്കങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാതെ പോകും. അതായത് ഈ ശരീരം നിശ്ചലമാക്കിയാലേ, ഉറച്ച പാറ പോലെ ഇരുത്തിയാലേ, സ്ഥിരം സുഖം ആസനമെന്ന രീതിയിൽ ഇരുത്തിയാലേ നമുക്ക് ആസ്ട്രൽ ബോഡിയിൽ ഉണ്ടാകുന്ന അതിസൂക്ഷ്മ ചലനങ്ങളെ, മനസ്സിന്റെ, ബോധത്തിന്റെ, ബുദ്ധിയുടെ ഷഠാധാര ചക്രങ്ങളിൽ ഉണ്ടാക്കുന്ന അതിസൂക്ഷ്മ ചലനങ്ങളെ, പ്രാണസ്പന്ദനങ്ങളെ നമുക്ക് അറിയാൻ കഴിയും. അതുകൊണ്ട് ഈ ശരീരം ഇളകാതെ ഇരുത്താൻ നമുക്ക് കഴിയണം. അപ്പൊ കപാലഭാതി നന്നായി ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിന്റെ കായസ്ഥൈര്യം, ഇളകാതെ ഇരിക്കാനുള്ള ശരീരത്തിന്റെ ശേഷി വർദ്ധിക്കുമെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ എന്ത് പറയുന്നു, വിഘ്നേശ്വര പ്രാണായാമമാണ്. മാത്രമല്ല ഏത് കാര്യവും നമുക്ക് പൂർണ്ണ മനസ്സോടെ ചെയ്യാൻ കഴിയും. നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ ഇന്നത്തെ ആധുനികകാല മനുഷ്യർക്ക് ധാരാളം പേർക്ക് ഇല്ലാത്തൊരു കാര്യമാണ് സംതൃപ്തി, അല്ലെ? ഒന്നുകൊണ്ടും സംതൃപ്തരാകാത്ത ബഹുഭൂരിപക്ഷം ആൾക്കാരാണ് ഇന്ന് ലോകത്തുള്ളത്. അസംതൃപ്തിയാണ് പല മാനസിക സംഘർഷങ്ങളുടെയും, നമ്മളെന്ന് പറയുന്ന മാനസികമായിട്ടുള്ള നിരവധി രോഗങ്ങൾ, ടെൻഷൻ, ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം എന്താണ്? നമ്മൾ ഉള്ളതിൽ തൃപ്തരല്ല. പലപ്പോഴും നമുക്കൊരു നല്ല ഒരു വീടുണ്ടാകും, നമുക്ക് താമസിക്കാനായിട്ട് നല്ലൊരു ചുറ്റുപാടുണ്ടാകും, നല്ലൊരു ജോലി നമുക്കുണ്ടാകും, നമ്മൾ വിവാഹിതരായിരിക്കും, നല്ലൊരു ഭാര്യ ഭർത്താവ് നമുക്കുണ്ടാകും, നല്ലൊരു കുടുംബം നമുക്കുണ്ടാകും, അല്ലെ? സാമാന്യം നല്ലൊരു വാഹനമൊക്കെ നമുക്കുണ്ടാകും. അങ്ങനെ അതിൽ നമ്മൾ വളരെ സംതൃപ്തരായിട്ട് പോകുമ്പോഴായിരിക്കും നമ്മളുടെ തൊട്ട് അയൽപ്പക്കത്ത് ഈയിടെ താമസിക്കാൻ വന്ന ഒരാൾ, അയാൾ വലിയൊരു ബിസിനസ്സുകാരനാണ്, നമ്മളെക്കാൾ ഏറെ വരുമാനമുള്ളയാളാണ്. അയാൾ ഉണ്ടായിരുന്ന നമ്മളുടെ അയൽപ്പക്കത്തുണ്ടായിരുന്ന പഴയ വീട് അയാൾ പൊളിച്ച് വലിയൊരു ബംഗ്ലാവ് വെച്ചു. ഇത് കാണുമ്പോൾ നമുക്ക് ദുഃഖം വരും. ഇവിടെ എന്റെ വീട് ചെറുതാണല്ലോ, അവന്റെ വീട് വലുതാണല്ലോ. നമുക്ക് ചിലപ്പോ വാഗനർ കാറായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്കൂട്ടി ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അവൻ ചിലപ്പോ BMW കാർ വാങ്ങിച്ചിട്ടുണ്ടാകും. അത് കാണുമ്പോഴും നമുക്ക് നെഞ്ചത്തൊരു ഇടുത്തി വീഴും പലർക്കും. അയ്യോ, അവന് ഇതുണ്ട്, എനിക്ക് ഇതില്ല എന്നുള്ളത്. ഇതാണ് കേരളത്തില് പലപ്പോഴും ആത്മഹത്യ കൂടി വരാനുള്ള പല കാരണങ്ങളിൽ ഒന്ന്, വരുമാനത്തെക്കാൾ ഏറെ നമ്മൾ ചെലവിടുന്നതാണ്. ആ ചെലവിടുന്നതോ നമ്മൾ കടം വാങ്ങിയ പൈസ കൊണ്ടാണ്. പൈസ കടം വാങ്ങിക്കൊണ്ട് വലിയ വീട് നമ്മൾ കെട്ടും, അല്ലെ? ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ കൂട്ടും, വാങ്ങിക്കൂട്ടും. പക്ഷെ നമുക്ക് തിരിച്ചടയ്ക്കാൻ പലപ്പോഴും കാണാറില്ല. വട്ടിപ്പലിശയ്ക്ക് എടുത്തോ ബാങ്കിൽ നിന്ന് വലിയ ലോണുകൾ എടുത്തോ ഒക്കെയാണ് പലരും വലിയ കാറുകളും വലിയ ബംഗ്ലാവുകളും ഒക്കെ പണിയുന്നത്. നിങ്ങൾക്ക് വരുമാനമുണ്ടെങ്കിൽ ചെയ്യാം, അതിലൊരു തെറ്റുമില്ല. അതാണ് നമ്മളുടെ അയൽപക്കത്തുള്ള വളരെ കാശുള്ള ഒരാൾ, വലിയൊരു ബിസിനസ്സുകാരൻ BMW കാർ വാങ്ങി എന്ന് കരുതി, അയാൾ പഴയ വീട് പൊളിച്ച് വലിയൊരു മണിമാളിക പണിതു എന്ന് കരുതി നമ്മളും അതുപോലെ ചെയ്യാൻ നിന്നാൽ, അല്ലെ, നമുക്കത് പ്രയാസങ്ങൾ സൃഷ്ടിക്കും. അതാണ്, നമുക്ക് സംതൃപ്തിയില്ല. നമ്മൾ മറ്റുള്ളവരോടൊത്ത് നമ്മൾ മത്സരിക്കാൻ ശ്രമിക്കുന്നു. അഹങ്കാരം, മത്സര മനോഭാവം, അസംതൃപ്തമായ മനസ്സ്, ഇതൊക്കെയാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അനലൈസ് ചെയ്യണം. അവൻ നല്ലൊരു ബിസിനസ്സുകാരനാണ്, ഞാനൊരു സാധാരണ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. എന്റെ വരുമാനം ഇത്രയാണ്, എനിക്ക് മാസം ഒരു 50,000 രൂപ വരുമാനമുണ്ട്, അവന് മാസം ചിലപ്പോൾ 5 ലക്ഷം രൂപ വരുമാനം മിനിമം കാണും, അല്ലേ? ഈ 50,000 രൂപ വരുമാനമുള്ള എനിക്ക് ലോണും മറ്റ് കടങ്ങളും ഒക്കെയുണ്ട്. അപ്പൊ അതിനപ്പുറമായി ഞാൻ ലോൺ എടുത്താലോ കടം വാങ്ങിച്ചാലോ എന്റെ ജീവിതം പ്രതിസന്ധിയിലേക്ക് പോകും. എന്റെ വാഗനർ കാറിന് വലിയ കുഴപ്പമില്ല, അത് സുഖമായി ഓടിച്ച് എനിക്ക് ജീവിക്കാൻ കഴിയും. അവൻ അവന്റെ രീതിയിൽ പോട്ടെ, ഞാൻ എന്റെ രീതിയിൽ പോട്ടെ. ഈ ഒരു മനോഭാവം നമുക്ക് പല കാര്യങ്ങളിലും ഉണ്ടെങ്കിൽ സാമ്പത്തിക രംഗങ്ങളിൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ വരവറിഞ്ഞ് ചെലവിടണം. നമ്മളുടെ വരുമാനം എന്താണോ അതറിഞ്ഞിട്ട് നമ്മൾ ചെലവിടണം. മുടിയുണ്ടെങ്കിൽ 4 പാടും കെട്ടാം എന്നൊക്കെ നാട്ടിൻപുറത്ത് പഴഞ്ചൊല്ല് പറയുന്നത് കേട്ടിട്ടില്ലേ? മുടിയുള്ളവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നിയൊക്കെ ഇടും, പല തലത്തിലൊക്കെ കെട്ടിവെക്കും. മുടി ഇല്ലാത്തവനോ അത് ചെയ്യാൻ നോക്കിയാൽ നടക്കില്ല. അപ്പോ വരുമാനം ഉള്ളവര് അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ നമ്മളുടെ വരുമാനത്തിൽ സന്തോഷപൂർവ്വം നമ്മൾ ജീവിക്കണം. ലളിത ജീവിതവും ഉയർന്ന ചിന്തയും, ലളിത ജീവിതവും ഉയർന്ന ചിന്തയും വേണം. അങ്ങനെ ഒരു സംതൃപ്തമായ മനസ്സ് നമുക്ക് രൂപപ്പെടണമെങ്കിൽ ഈ പറയുന്ന അഹങ്കാരം, അതേപോലെ തന്നെ മറ്റുള്ളവരോട് മത്സരിക്കാനുള്ള മത്സര മനോഭാവം, ഇതൊക്കെ മാറണമെങ്കിൽ ആദ്യം മനസ്സിനെ ശാന്തമാക്കാൻ പഠിക്കണം. സംതൃപ്തമായ, ശാന്തമായ, ശക്തമായ, ഊർജ്ജസ്വലമായ, വകതിരിവുള്ള, തിരിച്ചറിവുള്ള ഒരു മനസ്സും ബോധവും നമുക്കുണ്ടെങ്കിലേ ജീവിതത്തിൽ ഏത് മേഖലയിലും നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നാണ് യോഗിമാര് പറയുക. നമ്മൾ ഈ ചെയ്യുന്ന പ്രാക്ടീസിന്റെ ഒക്കെ ഉദ്ദേശം എന്താണ്? ഈ ഒരു ശാന്തി, ഈ ഒരു സമാധാനം,
ഈ ഒരു ഊർജ്ജസ്വലത നമുക്കുണ്ടാക്കുക. എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട, ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് നന്മ, ഏതാണ് തിന്മ, ഏതാണ് ഗുണം, ഏതാണ് ദോഷം എന്ന് ശരിയായി തിരിച്ചറിഞ്ഞ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കുണ്ഡലിനി ക്രിയ നമ്മളെ സഹായിക്കും. സംതൃപ്തമായൊരു മനസ്സ്, ഊർജ്ജസ്വലമായൊരു മനസ്സ്, ഉണർന്ന ബുദ്ധി, തെളിമയുള്ള ബുദ്ധി, ശക്തമായ ആരോഗ്യമുള്ള ഒരു ശരീരം, ഉണർന്നു വരുന്ന ഷഠാധാര ചക്രങ്ങളോട് കൂടിയ കുണ്ഡലിനി ശക്തിയുള്ള നമ്മളുടെ അതിശക്തമായ എന്താണ് നമ്മളുടെ ഒരു ആസ്ട്രൽ ബോഡി, സൂക്ഷ്മ ശരീരം, ഇതൊക്കെയാണ് കുണ്ഡലിനി ക്രിയയിലൂടെ സൃഷ്ടിക്കപ്പെടുക. അപ്പോൾ ശാന്തമായി, സുന്ദരമായി, ആരോഗ്യകരമായി, ആനന്ദത്തോടെ ജീവിക്കാൻ ശിവകുണ്ഡലിനി പ്രാക്ടീസുകൾ സഹായിക്കും. അപ്പൊ അതിൽ ഈ പറയുന്ന പ്രാണായാമങ്ങൾ, ഹഠയോഗ ക്രിയാ പ്രാണായാമങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഈ പറയുന്ന കപാലഭാതി പ്രാണായാമം, അതറിയപ്പെടുന്നത് തന്നെ വിഘ്നേശ്വര പ്രാണായാമം എന്നാണ്. അതേപോലെ തന്നെ ഗണപതി പ്രാണായാമം എന്നതിന് പേരുണ്ട്. മറ്റൊരു പേരാണ് മൃത്യുഞ്ജയ പ്രാണായാമം. മൃത്യുവിനെ ജയിക്കുന്ന പ്രാണായാമമാണ് കപാലഭാതി. ഇപ്പൊ നമ്മൾ ഈ കുണ്ഡലിനി ക്രിയയുടെ 3-ാം ലെവലിൽ, ആയുഷ്കലയുടെ 3-ാം ലെവലിൽ ഇത് ചെയ്യുന്നുണ്ട് അല്ലെ, കപാലഭാതി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മറ്റൊരു പേര് എന്താണ്? മൃത്യുഞ്ജയ പ്രാണായാമമാണ്. മന്ത്രങ്ങളിലെ അതിപ്രാധാന്യമുള്ള ഒരു മന്ത്രമാണ് മൃത്യുഞ്ജയ മന്ത്രം അല്ലെ. മൃത്യുഞ്ജയനായ പരമശിവനെ സ്തുതിക്കുന്ന മന്ത്രം, കീർത്തിക്കുന്ന മന്ത്രം. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷൈയമാമൃതാത്. ഇതാണ് ആ മന്ത്രം അല്ലെ. നമ്മൾ ഇതിന്റെ ഹയർ സ്റ്റേജിലേക്കൊക്കെ പോകുമ്പോൾ മൃത്യുഞ്ജയവും ഗായത്രിയും ഒക്കെ നമ്മൾ കുണ്ഡലിനി ക്രിയയുടെ ഭാഗമായിട്ട് പഠിക്കും. അപ്പൊ ഈ മൃത്യുഞ്ജയ മന്ത്രത്തിനെ പറ്റി പറയുന്നത്, മൃത്യു എന്ന് പറഞ്ഞാൽ മരണം മാത്രമല്ല. ഇവിടെ രോഗം, ദുഃഖം, ദുരിതം, ദാരിദ്ര്യം, നിങ്ങളുടെ ഭൗതിക ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക്, ഉയർച്ചയ്ക്ക്, വികാസത്തിന്, പരിണാമത്തിന് തടസ്സമാകുന്നതെല്ലാം മൃത്യുവാണ്. എല്ലാം മൃത്യുവാണ്. മരണമെന്ന് മാത്രമല്ല അതിനർത്ഥം. അതിനെല്ലാം നീക്കുന്ന മന്ത്രമാണ് മൃത്യുഞ്ജയ മന്ത്രം. എന്നതുപോലെ കപാലഭാതി പ്രാണായാമം നമ്മൾ ചെയ്താൽ നമ്മളെ ശാരീരിക, മാനസിക തലങ്ങളിൽ ഉണ്ടാകുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ഇതിനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. പലതിനെയും നിവാരണം ചെയ്യാനായിട്ട് കപാലഭാതി നമ്മളെ സഹായിക്കുമെന്നാണ്. അതുകൊണ്ട് ഇതിനെ മൃത്യുഞ്ജയ പ്രാണായാമം എന്ന് യോഗിമാർ വിളിക്കുന്നു. മറ്റൊരു പേരാണ് കപാലഭാതിക്കുള്ളത്, കാലജയി പ്രാണായാമമാണ്. കാലജയി, കാലജയി എന്ന് കപാലഭാതിയെ വിളിക്കുന്നുണ്ട്. അതായത് കാലത്തെ ജയിക്കുന്നത്. കാലത്തെ എന്ന് വെച്ചാൽ രണ്ടർത്ഥമുണ്ട്. നമ്മൾ ഒരു ക്രിയ, ഇപ്പൊ നിങ്ങൾ ഓഫീസിൽ ഒരു ഡ്യൂട്ടി ചെയ്യാനിരിക്കുകയാണ്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഒരു കാര്യം പഠിക്കാനിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഭൗതിക ലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏതെങ്കിലും ഏർപ്പെടുന്നതിന് മുമ്പ് കപാലഭാതി പ്രാണായാമം ഒരു 2-3 മിനിറ്റ് നന്നായി പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഏർപ്പെടാൻ പോകുന്നതിന്റെ ആ ഒരു സമയമുണ്ടല്ലോ, ചിലപ്പോൾ 1 മണിക്കൂർ വേണ്ട ഒരു കാര്യത്തിലേക്കായിരിക്കും നമ്മൾ കിടക്കുക. നമ്മൾ ആ സമയം പോകുന്നതേ അറിയില്ല. അത്ര ലയനത്തോടെ, കാലത്തെ ജയിച്ചുകൊണ്ട്, സമയത്തെ മറന്നുകൊണ്ട് ഏതൊരു കാര്യത്തിലും മുഴുകുവാനുള്ള, ലയിറ്റ് ചെയ്യുവാനുള്ളൊരു മനസ്സിന്റെ നിലയെ കപാലഭാതി പ്രദാനം ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ കണ്ണുറങ്ങും, നോക്കും എത്ര മണിയായി, 1 മണിക്കൂറായിട്ടും തീരുന്നില്ലല്ലോ എന്ന് വിചാരിക്കും ഇല്ലേ. ഇതങ്ങനെയല്ല. നമ്മൾ എന്താണോ ചെയ്യുന്നത് സംതൃപ്തിയോടെ, ആഴത്തിൽ അറിഞ്ഞ് ലയിച്ച് ആ ടെക്നിക്ക് പൂർണ്ണമായും ചെയ്യാനുള്ള ആ ഒരു ലയനം, കാലത്തെ ജയിക്കാൻ, സമയത്തെ മറന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കപാലഭാതി പ്രാണായാമം നമ്മളെ സഹായിക്കും. മറ്റൊന്ന് കാലത്ത് ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന്റെ ആ ഒരു പ്രായമാകുന്ന അവസ്ഥ. പ്രായമാകുന്ന അവസ്ഥ എന്ന് വെച്ചാൽ നമുക്ക് പ്രായമാകില്ല എന്നുള്ളതല്ല. നിങ്ങളൊരു 60, 70, 75 വയസ്സുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ ആ ഊർജ്ജസ്വലതയുണ്ടാകും. ശരീരത്തിനും മനസ്സിനും ഒക്കെ ഊർജ്ജസ്വലതയുണ്ടാകും. ഇന്ന് പല സ്ഥലങ്ങളിലും, പല ക്ലാസ്സുകളിലും പോകുമ്പോൾ പല കുട്ടികളെയും വിദ്യാർത്ഥികളെയൊക്കെ കാണാറുണ്ട്. കോളേജ് വിദ്യാർത്ഥികളാണ്. 10, 20, 25 വയസ്സായിരിക്കും അവന്റെ പ്രായം. പക്ഷേ അവൻ 75 വയസ്സുകാരനേക്കാളും കഷ്ടമായിട്ടായിരിക്കും അവന്റെ ശാരീരിക സ്ഥിതി. പലരും മദ്യപാനത്തിനും മയക്കുമരുന്നിനും MDMA-ക്കും ഒക്കെ അടിമപ്പെട്ടിട്ടുള്ളതാണ്. പല സ്ഥലങ്ങളിൽ നമ്മൾ കൗൺസിലിങ്ങിനും, വിദ്യാർത്ഥി കൗൺസിലിങ്ങിനും ഒക്കെ പോകുമ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന ദുർബലമായ ശരീരവും ദുർബലമായ മനസ്സും പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു മനോഭാവവുമാണ് പലപ്പോഴും പല യുവാക്കളിലും, അതായത് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട നമ്മളുടെ യുവജനതയിൽ കാണുന്നത്. അപ്പൊ 25 വയസ്സല്ലെങ്കിൽ അവൻ 80 വയസ്സായ വൃദ്ധന്റെ ശാരീരിക സ്ഥിതിയും മാനസിക സ്ഥിതിയുമാണ്. എന്നാൽ ചിലരുണ്ട് 60. ഇപ്പൊ നമ്മളുടെ കുണ്ഡലിനി ക്രിയ ചെയ്യുന്ന ധാരാളം ആൾക്കാർ എബവ് 60 ആണ്. 60 വയസ്സിന് മേലുള്ള ആൾക്കാരാണ് ഭൂരിപക്ഷവും ഇതിന്റെ അകത്ത് പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ അവരെല്ലാം വളരെ ഊർജ്ജസ്വലരാണ്. എന്നെ പോലും പല ക്യാമ്പുകളിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇത്രയും പ്രായമായിട്ട് പോലും അവരുടെ നോട്ടവും ഭാവവും അവരുടെ ചടുലതയും
ഒക്കെ അത്ഭുതപ്പെടുത്താറുണ്ട്. അതിൽ ധാരാളം പേര് പറയാറുണ്ട്, ഞാൻ ഈ ക്രിയ ചെയ്തത് മുതലാണ് ഈ ഒരു ഊർജ്ജസ്വലത, ശരീരത്തിന് ഒരു ഉന്മേഷം. ഇപ്പൊ ഈ 3-ാം ലെവലിൽ എത്തിയിരിക്കുന്ന നിങ്ങൾക്കും അറിയാം, ഇത് അതിരാവിലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിന് മുഴുവൻ ഒരു ഊർജ്ജസ്വലത ഉണ്ടാകും, മനസ്സിനൊരു ശാന്തി ഉണ്ടാകും, മനസ്സിനൊരു ശക്തി ഉണ്ടാകും, ഒരു സന്തോഷം സദാ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കും. കാരണം അതിന്റെയൊക്കെ കാരണം ഇതാണ്. ഇത്തരത്തിലുള്ള ഉന്നതമായ ഹഠയോഗ ക്രിയാ പ്രാണായാമങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ നമ്മളുടെ ഗുരുപരമ്പര, ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പര ഇതിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. നമ്മളത് ചെയ്താൽ മതി, ശരീരവും മനസ്സും ബുദ്ധിയും ആത്മബലവും ഊർജ്ജസ്വലമാകും. ആ ഋഷികൾ, ആ ഗുരുക്കന്മാർ പറഞ്ഞ അതേ മെത്തേഡ് നമ്മൾ ചെയ്യുക. പഞ്ചസാര നിങ്ങൾ കഴിച്ചാൽ എന്തായിരിക്കും? മധുരമാണ്, അല്ലെ? അത് പഞ്ചസാരയുടെ പ്രകൃതമാണ്. നിങ്ങൾ ഇവിടെ നിന്ന്, നെടുമ്പാശ്ശേരിയിൽ നിന്ന് നിങ്ങൾ UAE പോകാനായി ഫ്ലൈറ്റിൽ കയറി ഇരുന്നാൽ മതി, ഫ്ലൈറ്റ് നിങ്ങളെ എവിടെ കൊണ്ട് എത്തിക്കും? UAE കൊണ്ട് എത്തിക്കും, അല്ലെ? എന്നതുപോലെ കുണ്ഡലിനി ക്രിയ എന്ന് പറയുന്നത് ഋഷിപ്രോക്തമായ വിദ്യയാണ്. മഹാഗുരുക്കന്മാർ, ഹിമാലയത്തിലെ മഹാഗുരുക്കന്മാർ നമുക്ക് പകർന്നു തന്ന വിദ്യയാണ്. നിങ്ങളിത് ചെയ്താൽ മതി, അവർ നമ്മളെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മളെ എത്തിക്കും. കുണ്ഡലിനി ക്രിയ ചെയ്താൽ ആത്മീയമായ പുരോഗതി മാത്രമല്ല ഉണ്ടാവുക, ഭൗതികമായ ശാന്തി, സന്തോഷം, സമാധാനം, ഊർജ്ജസ്വലത, വിജയം, ഇതെല്ലാം ഉണ്ടാകും. കാരണം നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും കുണ്ഡലിനി ക്രിയ പ്രാക്ടീസുകൾ ശക്തമാക്കുമെന്നുള്ളതാണ്. ഇത് പ്രാക്ടീസ് ചെയ്യുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവമുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ലെവൽ 3 വരെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തെത്തിയിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ അതിവിശിഷ്ടമായ പ്രാണായാമമാണ് കപാലഭാതി. മൃത്യുഞ്ജയ പ്രാണായാമമെന്നും കാലജയി പ്രാണായാമമെന്നും പിന്നെ വിഘ്നേശ്വര പ്രാണായാമമെന്നും ഒക്കെ വിളിക്കുന്ന കപാലഭാതി കുണ്ഡലിനി ക്രിയ നമ്മളിനി അടുത്ത സ്റ്റേജിൽ ബന്ധത്രയ കുംഭകങ്ങളോടുകൂടി നമ്മളിത് ചെയ്യുമ്പോൾ അത് കുണ്ഡലിനി ക്രിയ പ്രാണായാമം എന്ന രീതിയിൽ മാറും. ഇപ്പൊ നമ്മൾ ബന്ധങ്ങളില്ലാത്ത കുംഭകം ക്രിയ മാത്രമാണ് ചെയ്യുന്നത്. അടുത്തത് മഹാബന്ധം, ത്രിബന്ധങ്ങൾ സഹിതം നമ്മളത് പഠിക്കാം. അപ്പൊ അത് കുറെ കൂടി എനർജി നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുമെന്നാണ് പറയുക. അപ്പൊ ഇത്രയധികം പ്രാധാന്യം ഈ ഹഠയോഗ ക്രിയാ പ്രാണായാമങ്ങൾക്കുണ്ട്. ഊർജ്ജ പ്രസരണ ക്രിയാ പ്രാണായാമങ്ങൾ, കപാലഭാതി, അതുപോലെ നമ്മൾ ഉയർന്ന സ്റ്റേജിലേക്ക് പോകുമ്പോൾ പഠിക്കുന്ന സക്രിയ പ്രാണായാമം, ഭസ്ത്രിക പ്രാണായാമം, ഇതെല്ലാം ഹഠയോഗ ക്രിയാ പ്രാണായാമങ്ങളാണ്. അതായത് നിങ്ങളുടെ ഉള്ളിലെ പിംഗല നാഡികളിലൂടെയുള്ള പ്രാണന്റെ പ്രവാഹത്തെ ശക്തിപ്പെടുത്തുന്ന പ്രാണായാമങ്ങളാണ് ഇവ. നമ്മുടെ ശരീരത്തില് ത്രിനാഡികളുണ്ട്, അനേക നാഡികളുണ്ട്. 70,000 നാഡികളെ പറ്റി യോഗശാസ്ത്രം പറയുന്നുണ്ട്. അതിൽ 3 നാഡികൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ ശരീരത്തിന്റെ ഇടതുഭാഗം, പ്രത്യേകിച്ചും ഇടതു മൂക്കിലൂടെയുള്ള ശ്വസനം, അത് ഇടാനാഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഇടാനാഡിയുടെ മറ്റൊരു പേര് ചന്ദ്രനാഡി എന്നുള്ളതാണ്. ഇത് സ്ത്രീനാഡി എന്നറിയപ്പെടുന്നു, അല്ലെ? സ്ത്രീ പ്രകൃതമാണ് ഇതിനുള്ളത്, തണുത്ത പ്രകൃതമാണ് ഇതിനുള്ളതെന്ന് പറയുന്നു. മറ്റൊന്ന് പിംഗലാ നാഡിയുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ വലതു ഭാഗം അല്ലെങ്കിൽ വലതു മൂക്കിലൂടെയുള്ള ശ്വസനം പിംഗലാ നാഡിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതിനെ പുരുഷനാഡി എന്ന് പറയുന്നു. സൂര്യനാഡി എന്ന് ഇതിനൊരു പേരുണ്ട്. ഇതിന് ചൂട് എന്ന പ്രകൃതമാണ് ഇതിനുള്ളത്. അതായത് ഒരു യോഗശാസ്ത്രം അനുസരിച്ച് ഒരു പുരുഷനിൽ സ്ത്രീ പ്രകൃതമുണ്ട്, ഒരു സ്ത്രീയിൽ പുരുഷ പ്രകൃതവുമുണ്ട്. ഇതാണ് അർദ്ധനാരീശ്വര സങ്കല്പം, അല്ലെ? ശിവന്റെ തന്നെ അതിമനോഹരമായ ഒരു രൂപമാണ് അർദ്ധനാരീശ്വരൻ. പകുതി ശിവൻ, പകുതി ശക്തി, ശിവശക്തി. ശിവശക്തിയായുക്തോ എന്നും പറഞ്ഞാണ് ശങ്കരാചാര്യർ എഴുതിയ സൗന്ദര്യലഹരി പോലും തുടക്കുന്നത്. ശിവനും ശക്തിയും, പുരുഷനും സ്ത്രീയും ചേർന്നതാണ് ഈ ലോകം, അല്ലെ? ഒരു സൃഷ്ടി നടക്കണമെങ്കിൽ പുരുഷനും സ്ത്രീയും ഒന്നു ചേരണം. നമ്മളുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാകണമെങ്കിൽ പുരുഷനും സ്ത്രീയും ഒരേ മനസ്സോടെ പ്രവർത്തിക്കണം. ഈ ലോകത്തിന്റെ, സമൂഹത്തിന്റെ നിലനിൽപ്പ് തന്നെ സ്ത്രീ പുരുഷ സമത്വത്തിൽ അധിഷ്ഠിതമാണെന്നാണ് പറയുക. അപ്പൊ നമ്മളിൽ തന്നെ സ്ത്രീ പ്രകൃതവും പുരുഷ പ്രകൃതവും ഉണ്ട് എന്നാണ് പറയുക. അപ്പോ ഹഠയോഗ ക്രിയാ പ്രാണായാമങ്ങൾ പ്രധാനമായും പിംഗല നാഡികളിലൂടെയുള്ള പ്രാണന്റെ മുകളിലേക്കുള്ള, അതായത് സാധാരണഗതിയിൽ ക്രിയാകുണ്ഡലിനി പ്രാക്ടീസ് ചെയ്യാത്ത, ആധ്യാത്മിക ക്രിയകൾ ചെയ്യാത്ത ഒരു മനുഷ്യനിൽ പ്രാണതലം സ്വാഭാവികമായും അധോചക്രമായ മൂലാധാര ചക്രത്തെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും പ്രവഹിക്കുന്നത്. താഴേക്കാണ് ഈ പ്രാണശക്തി ഒഴുകുന്നതെന്നാണ് യോഗിമാര് പറയുക. നമ്മൾ ഇത്തരത്തിലുള്ള കുണ്ഡലിനി ക്രിയ പ്രാക്ടീസുകൾ ചെയ്യുമ്പോൾ അത് ഉപരിചക്രങ്ങളിലേക്ക് പോകും, അല്ലെങ്കിൽ ഉയർന്ന തലത്തിലേക്ക്. അധോമുഖിയായി ഒഴുകുന്ന പ്രാണൻ ഊർദ്ധമുഖിയായി മുകളിലേക്ക് ഒഴുകാൻ തുടങ്ങും എന്നാണ് യോഗിമാര് പറയുക, അല്ലെ? നമ്മുടെ ഉള്ളിൽ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ 6 എനർജി സെന്ററുകൾ ഉണ്ട്. നമ്മുടെ ആസ്ട്രൽ ബോഡിയിലാണ് ഈ ചക്രങ്ങളുള്ളത്, നമ്മുടെ ഫിസിക്കൽ ബോഡിയിലല്ല.
പക്ഷെ ആസ്ട്രൽ ബോഡി നമുക്ക് കാണാൻ സാധിക്കാത്തത് കൊണ്ട് ഫിസിക്കൽ ബോഡിയിൽ ഓരോ സ്ഥാനങ്ങൾ അതിന് നിർണയിച്ചിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ ആഴത്തിൽ ധ്യാനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആസ്ട്രൽ ബോഡിയിലുള്ള ഈ എനർജി സെന്ററുകളെ നമുക്ക് അറിയാൻ കഴിയും. ഓക്കെ, അപ്പൊ അതിന് സഹായിക്കുന്ന ക്രിയകൾ കൂടിയാണ് ഈ പറയുന്ന വിശിഷ്ടമായിരിക്കുന്ന ഹഠയോഗ ക്രിയാ പ്രാണായാമങ്ങൾ. അപ്പൊ ഇടാ പിംഗല നാഡികളെ പ്രധാനമായും എന്ത് ചെയ്യും? ഈ ഹഠയോഗ പ്രാണായാമങ്ങൾ ഉത്തേജിപ്പിക്കും. എന്താ അതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഊർജ്ജസ്വലത വർദ്ധിക്കും, മനസ്സിന്റെ ശക്തിയും ശാന്തിയും വർദ്ധിക്കും, ബുദ്ധി വളരെയധികം സൂക്ഷ്മതയുള്ളതാകും, സിക്സ്ത് സെൻസ് ആറാം ഇന്ദ്രിയം ആക്ടിവേറ്റ് ചെയ്യപ്പെടും, ഒപ്പം ഈ 6 എനർജി സെന്ററുകളും ശക്തമാകും. ഈ 6ഉം കടന്നാലേ 7ാമത് കാരണ ശരീരത്തിന്റെ തലത്തിലുള്ള സഹസ്രാര പത്മത്തെ നമുക്കറിയാൻ കഴിയും. കുണ്ഡലിനി ക്രിയയിൽ പറയുന്നു 6 ചക്രങ്ങൾ അല്ലെ. നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിലും തുടങ്ങുന്ന കീർത്തനം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഇതിന്റെ ലാസ്റ്റ് വരി, എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ ഇടയ്ക്കിടെ 6 പടിയുണ്ട്, പടിയാറും കിടന്നവിടെ ചെല്ലുമ്പോൾ ആരെ കാണാം? ശിവനെ കാണാം. നിങ്ങളുടെ ഉള്ളിലെ ആ കുണ്ഡലിനി ശക്തിയെ പറ്റിയാണ് ആ കീർത്തനം പറയുന്നത്. 6 പടികൾ: മൂലാധാര, സ്വാധിഷ്ഠാന, മണിപൂരക, അനാഹത, വിശുദ്ധി, ആജ്ഞ. പടി 6ഉം കിടന്നവിടെ ചെല്ലുമ്പോൾ 7ാമത് സഹസ്രാരയിൽ പരമശിവബോധം, പരമശിവ ചൈതന്യമുണ്ട്. മൂലാധാരത്തിലെ ശക്തി സഹസ്രാരയിലെ ശിവനുമായി ചേരും. ഇതാണ് ശിവകുണ്ഡലിനി യോഗം, ആയുഷ്കല, ശിവരാജയോഗം, ശിവതന്ത്രയോഗം, ശിവമഹായോഗം, ശിവകാളി യോഗം, വശിയോഗം, ശിവയോഗം, രാജയോഗം എന്നൊക്കെ പറയാം. അപ്പോ ഞാൻ പറഞ്ഞത് ഹഠയോഗ ക്രിയാ പ്രാണായാമങ്ങൾ ഇടാ പിംഗല നാഡികളെ സ്വാധീനിക്കുമ്പോൾ രാജയോഗ ക്രിയാ പ്രാണായാമങ്ങളുണ്ട്. അതിൽ പ്രധാന പ്രാണായാമമാണ് വശി പ്രാണായാമം. വസി പ്രാണായാമം എന്നും വശി പ്രാണായാമം എന്നും പറയും. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വസിയോഗം അല്ലെങ്കിൽ വശിയോഗം എന്ന് പറയുന്ന ഒരു ടെക്നിക് ഉണ്ട്. തമിഴ്നാട്ടിൽ വളരെയധികം പോപ്പുലർ ആണ് ഈ പറയുന്ന പേര്, വസിക്രിയ അല്ലെങ്കിൽ വസിയോഗം എന്ന് പറയും. അതിന്റെ മറ്റൊരു പേരാണ് ചരനൂൽ യോഗം അല്ലെങ്കിൽ ചരനൂൽ യോഗം എന്ന് പറയും. നൂല് എന്ന് പറഞ്ഞാൽ ശ്വാസം, അതിന് പിന്നിലെ പ്രാണൻ. ഇതിനെ ഇടാ പിംഗല നാഡികളിലൂടെ സുഷുമ്നാ നാഡിയിലൂടെ കയറ്റി ഇറക്കുന്ന ചില ടെക്നിക്കാണ്. അത് പ്രാണനും മന്ത്രവും മനസ്സും ഉപയോഗിച്ച് ചെയ്യുന്ന സൂക്ഷ്മമായ ചക്രകുണ്ഡലിനി ക്രിയകളാണ് അതിൻ്റെ അകത്ത് വരിക. വളരെ ഗഹനമായൊരു വിഷയമാണ്, നമുക്ക് അതിനെപ്പറ്റി പിന്നീട് പറയാം. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്ന ഈ പ്രാണായാമങ്ങളെല്ലാം ഇപ്പൊ നമ്മൾ 3ാം സ്റ്റേജിൽ പറഞ്ഞിരിക്കുന്ന അതിവിശിഷ്ടമായ പ്രാണായാമങ്ങൾ അല്ലെ. 3ാം സ്റ്റേജിൽ എത്ര ടെക്നിക് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. പ്രാർത്ഥന എന്ന് പറയുന്ന ടെക്നിക് ഉണ്ട്. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് അന്തർകുംഭക സഹിത സംയോജിത ഊർജ പ്രസരണ ക്രിയ 2ാം സ്റ്റെപ്പായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. 3ാം സ്റ്റെപ്പായി അന്തർകുംഭക സഹിത ദ്രുതഗതി ഊർജ പ്രസരണ ക്രിയ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. 4ാമതായി അന്തർകുംഭക സഹിത കപാലഭാതി പ്രാണായാമം നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. 5ാമതായി പ്രണവ ചക്ര ധ്യാന ക്രിയ അല്ലെങ്കിൽ പ്രണവ ചക്ര ധ്യാന വിദ്യ നമ്മൾ പഠിക്കുന്നുണ്ട്. 6ാമതായി മഹാസങ്കല്പ പ്രാർത്ഥന പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇത് കൃത്യമായി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ശാരീരിക, മാനസിക, ബൗദ്ധിക, ആത്മീയ തലങ്ങൾ വികസിക്കും. ബാഹ്യവും ആന്തരികവുമായ ശരീരങ്ങൾ, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ അല്ലെ, അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയ കോശങ്ങൾ എല്ലാം ആക്റ്റീവ് ആകുമെന്നാണ് യോഗിമാര് പറയുക. അപ്പൊ അതിന് കൃത്യതയോടെ നമുക്കത് പ്രാക്ടീസ് വേണം. ഏതൊരു പരിശീലനത്തിൽ നമ്മൾ എവിടെ നിന്ന് പഠിച്ചാലും, ഏത് സമ്പ്രദായത്തിൽ നിന്ന് പഠിച്ചാലും, ഏത് ഗുരുവിൽ നിന്ന് പഠിച്ചാലും, ഇപ്പൊ നിങ്ങൾ ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രത്തിന്റെ ടെക്നിക്കാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലെ. അതിപൗരാണികമായ ഹിമാലയത്തിലെ പരമ്പര, പരമശിവനിൽ നിന്ന് ആരംഭിച്ച പരമ്പര, സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പര. ഗുരുക്കന്മാരെ വന്ദിച്ചുകൊണ്ട് നമ്മൾ ശ്ലോകം ചൊല്ലാറുണ്ട് അല്ലെ. പരമശിവനിൽ നിന്നാണ് പരമ്പര എല്ലാം ആരംഭിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഗുരു സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസ, അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് എന്റെ പുറകിൽ കാണുന്നത്, സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസ. അപ്പൊ നമ്മളുടെ ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പര അദ്ദേഹത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നമ്മളുടെ ഈ ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപൗരാണികമാണ്. മഹാദേവനിൽ നിന്ന് ഉദ്ഭവിച്ചു. പിന്നെ ആദിനാഥൻ, ദത്താത്രേയൻ, ഗോരഖ്നാഥൻ, മത്സ്യേന്ദ്രനാഥൻ, മഹാവതാർ ബാബാജി, പിന്നെ സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസർ ഉൾപ്പെടെ എണ്ണമറ്റ ഗുരുവര്യന്മാർ ഉൾക്കൊള്ളുന്ന പരമ്പരയാണ് ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പര. അപ്പൊ ആ പരമ്പര നമുക്ക് പകർന്നു തന്ന ടെക്നിക്കാണ് ശിവകുണ്ഡലിനി യോഗം എന്ന് പറയുന്നത്. ഇത് അതിപൗരാണികമാണ്, ഇത് എന്നാൽ അതിനൂതനവുമാണ്. പൗരാണികമാണെങ്കിലും നൂതനമാണ്. ചെയ്താൽ നല്ല ഗുണം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. അപ്പൊ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിത് പ്രാക്ടീസ് ചെയ്യണം. അതാണ് ഏത് പരമ്പരയിൽ നിന്ന് പഠിച്ചാലും നിങ്ങൾ കൃത്യതയോടെ ചെയ്യണം. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. 4 മണിക്കും 6 മണിക്കും ഇടയിൽ നിങ്ങളുടെ സാധനകൾ ചെയ്യണം.
ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണമെങ്കിൽ രാത്രി ഒരു 10 മണിക്കെങ്കിലും ഉറങ്ങാൻ കിടക്കണം. നിങ്ങൾ മിനിമം 5-5.5 മണിക്കൂർ, 6-7-8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. മിനിമം 5.5 മണിക്കൂറെങ്കിലും നമ്മൾ ഒരു ദിവസം ഉറങ്ങണമെന്നാണ് പറയുക. രാത്രി 1 മണി വരെ ഇരുന്നാൽ 4 മണിക്കോ 5 മണിക്കോ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഉറക്കം തൂങ്ങും. കാരണം നമ്മുടെ മസ്തിഷ്കത്തിന് റീചാർജ് ആവാൻ, സാധാരണ ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തിന് റീചാർജ് ആവാൻ 6 മണിക്കൂർ സമയം വേണം. അതിനാണ് നമ്മൾ എല്ലാവരും, എല്ലാ മനുഷ്യരും ഉറങ്ങാറുണ്ട് അല്ലെ? പല ജീവജാലങ്ങളും ഉറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു വിട്ടു ഉറങ്ങുമ്പോഴാണ് ഇതിന്റെ എല്ലാം ഉള്ളിലെ എനർജി സെന്ററുകൾക്ക് സൂക്ഷ്മ പ്രാണനെ സ്വീകരിക്കാൻ കഴിയുക. 10-16 മണിക്കൂർ നമ്മൾ പല രീതിയിൽ നമ്മുടെ ജോലികളൊക്കെ ചെയ്ത് നമ്മളുടെ ശരീരവും നമ്മളുടെ ആന്തരികാവയവങ്ങളും കയ്യും കാലും തലയും മനസ്സും ഒക്കെ ചൂടായിട്ടിരിക്കുക. ഇത്രയും സമയം വർക്ക് ചെയ്ത് 16-18 മണിക്കൂർ ഇതിനൊക്കെ ഇടയ്ക്ക് റെസ്റ്റ് വേണ്ടേ? അപ്പോഴാണ് നമ്മൾ എല്ലാം മറന്നുറങ്ങുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ ആസ്ട്രൽ ബോഡിക്ക് ആക്റ്റീവ് ആകാൻ കഴിയുന്നതും നിങ്ങളുടെ മസ്തിഷ്കം, യോഗശാസ്ത്രത്തിൽ മെഡുല്ല ഒബ്ലോങ്കേറ്റ അതിന്റെ ഭാഗം, അത് ആസ്ട്രൽ ബോഡിയുടെ ഒരു തലം ഊർജത്തെ സ്വീകരിക്കുകയും ചെയ്യും. 6 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ മസ്തിഷ്കം റീചാർജ് ചെയ്യപ്പെടും ഉറങ്ങിക്കഴിഞ്ഞാൽ. അത് ശാസ്ത്രവും പറയുന്നുണ്ട്, യോഗവും പറയുന്നുണ്ട്. പക്ഷെ യോഗക്രിയ ചെയ്യുന്നവർക്ക് ഈ റീചാർജിങ് പെട്ടെന്ന് സാധിക്കും. ഉറക്കത്തിൽ നമ്മൾ അബോധപൂർണമാണ്, അല്ല നമ്മൾ അറിയുന്നില്ല, എല്ലാം മറന്നുറങ്ങുക. അബോധപൂർണമായ മെഡിറ്റേഷനാണ് ഉറക്കമെങ്കിൽ ബോധപൂർണമായ ഉറക്കമെന്ന് ചിലർ മെഡിറ്റേഷനെ വിശേഷിപ്പിക്കാറുണ്ട്. മെഡിറ്റേഷനിൽ നമ്മൾ കണ്ണടച്ച് തന്നെയാണ് ഇരിക്കുക, പക്ഷെ ബോധമുണ്ട് നമുക്ക്. നമ്മൾ അറിയും നമ്മളുടെ 6 എനർജി സെന്ററുകൾ പ്രാണൻ കൊണ്ട് നിറയുന്നത് ക്രിയ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഹഠയോഗ ക്രിയകൾ ചെയ്യുമ്പോൾ, രാജയോഗ ക്രിയകൾ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പൊ ഹഠയോഗ പ്രാണായാമങ്ങൾ ഇതേപോലെ എനർജീസ്, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് രാജയോഗ പ്രാണായാമം. നിങ്ങൾ ഇതിന്റെ ഹയർ സ്റ്റേജിലേക്ക് പോകുമ്പോൾ അത് പഠിക്കും. വശി, അതാണ് ഞാൻ പറയുന്നത്, വശി പ്രാണായാമം എന്ന് വിളിക്കുന്ന സവിശേഷമായ രാജയോഗ പ്രാണായാമം. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മധ്യമ നാഡിയായ സുഷുമ്ന നാഡി, അല്ലെങ്കിൽ ഇതിനെ സരസ്വതി നാഡി എന്ന് പറയും, ഈ നാഡി ആക്റ്റീവ് ആകും. മാത്രമല്ല ഇടയിലും പിംഗലയിലും സുഷുമ്നയിലും കൂടി ഒരേ രീതിയിൽ സമപ്രാണൻ സഞ്ചരിക്കുമെന്ന് ഋഷികൾ പറയുന്നു. ഇങ്ങനെ സമപ്രാണൻ സഞ്ചരിച്ചാലേ നമ്മളുടെ കുണ്ഡലിനി ശക്തിക്ക് ഉയർന്ന് മുകളിലേക്ക് പോകാൻ കഴിയും. ഈ മൂന്നും ശുദ്ധീകരിക്കപ്പെടണം. ഈ 3 കുഴലുകളും ഒരു 3 പൈപ്പുകളായിട്ട് നിങ്ങൾ കണക്കാക്കുക. നിങ്ങളുടെ തലയുടെ മുകളിൽ നിന്ന് നട്ടലിന്റെ ഉള്ളിലൂടെ ഒരു 3 പൈപ്പ് താഴെ വരെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആ പൈപ്പിൽ അടവുണ്ടെങ്കിൽ ഒരിക്കലും വെള്ളം മുകളിലേക്ക് വരില്ല. അല്ല, നമ്മുടെ വീട്ടിൽ പൈപ്പുണ്ട്, പക്ഷെ അത് അടഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും അഴുക്കുകൾ കയറി അടഞ്ഞാൽ ഒരിക്കലും ജലത്തിന്റെ പ്രവാഹം നമുക്ക് കിട്ടില്ല ടാപ്പ് തുറന്നാൽ. എന്നതുപോലെ പൂർവ്വജന്മ കർമ്മങ്ങൾ കൊണ്ട്, ഈ ജന്മത്തിലെ അടുക്കും ചിട്ടയും നിഷ്ഠയും ഇല്ലാത്ത ജീവിതം കൊണ്ട്, സാധന ചെയ്യാത്തത് കൊണ്ട് ഈ ഇടാപിംഗല നാഡികൾക്ക് ശുദ്ധീകരണം ഉണ്ടാകുന്നില്ല. അതിന് പലതരത്തിലുള്ള അടവുകൾ ഉണ്ടെന്ന് യോഗിമാര് പറയുന്നു. ആ അടവിനെ മാറ്റാനാണ്. വീട്ടിലെ പൈപ്പ് അടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്ലംബറെ വിളിച്ച് ശരിയാക്കും. ഇവിടെ നമ്മൾ തന്നെയാണ് നമ്മുടെ പ്ലംബർ. നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് ശിവകുണ്ഡലിനി ക്രിയയിൽ ഉപയോഗിക്കുന്ന പ്രാണായാമങ്ങളും മന്ത്രജപങ്ങളും ധ്യാന പരിശീലനങ്ങളും സങ്കല്പ ശാക്തീകരണ ക്രിയകളും കൊണ്ട് ഇടാപിംഗല നാഡികളാകുന്ന ട്യൂബുകളെ നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിയും. അത് 3ഉം ഓപ്പൺ ആയാലേ നിങ്ങളുടെ മൂലാധാരത്തിലെ ശക്തിക്ക്, മൂലാധാരത്തിലെ ചില യോഗ ഗ്രന്ഥങ്ങളിൽ ഒരു 3.5 ചുറ്റായ ഒരു പെൺപാമ്പിന്റെ രൂപത്തിൽ ഒരു എനർജി കിടക്കുന്നു എന്ന് പറയുന്നു എന്നാണ് ചില ഉപനിഷത്തുക്കളിൽ, ചില ഗ്രന്ഥങ്ങളിൽ ഉള്ളത്. അതാണ് കുണ്ഡലിനി പാട്ടൊക്കെ നാരായണ ഗുരുദേവൻ എഴുതിയിട്ടില്ലേ? കുണ്ഡലിനി ഒരു പാമ്പായിട്ട് നമ്മൾ സങ്കല്പിക്കാറുണ്ട്. ഈ പാമ്പെന്ന സങ്കല്പം പല സ്ഥലങ്ങളുണ്ട്. ഇപ്പോ വ്യാളി രൂപം, ചൈനീസിലൊക്കെ വ്യാളി രൂപത്തെ നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾ ഇന്നത്തെ ആധുനിക മെഡിസിൻ എന്ന് പറയുന്ന വൈദ്യശാസ്ത്രത്തിന്റെ, മോഡേൺ മെഡിസിന്റെ, അലോപ്പതിയുടെ ചിഹ്നം നിങ്ങൾ കണ്ടാൽ അതിലും പാമ്പ് പിണഞ്ഞ് പോയ പോലെ രൂപം നിങ്ങൾക്ക് കാണാം. ഇതിന്റെയൊക്കെ അടിസ്ഥാനം അങ്ങനെ അനേക ചിഹ്നങ്ങളിൽ ഈ പാമ്പിനെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അത് പാമ്പ് എന്ന് പറയുന്ന ഒരു ഊർജമാണ്, ഒരു ശക്തിയാണ്. കുണ്ഡലിനി എന്ന് പറയുമ്പോഴും അതിനെ ഒരു എനർജിയായ ഒരു പാമ്പായി ഇടാപിംഗല നാഡികൾ പരസ്പരം കെട്ടുപിണഞ്ഞ് എങ്ങോട്ട് ചെല്ലുന്നു? ഇവിടെ ചെല്ലുന്നു, ആജ്ഞയിലെത്തുന്നു. അതാണ് ത്രിവേണി സംഗമം എന്ന് പറയും. ഗംഗ, യമുന, സരസ്വതി 3 നദികളാകുന്ന ഈ ത്രിനാടികൾ, ഇടാപിംഗല സുഷുമ്ന നാടികളിലൂടെയുള്ള പ്രാണൻ ശരിയായി ഉയർന്ന് നിങ്ങളുടെ ആജ്ഞയിൽ, ഇതാണ് 3ആം കണ്ണ്, തേർഡ് ഐ, ആജ്ഞാചക്രം, ശിവനേത്രത്തിന്റെ സ്ഥാനം. ശിവന്റെ 3ആം കണ്ണെന്നുള്ളത് പോലെ ഓരോ മനുഷ്യനിലും ശിവചൈതന്യമുണ്ട്, ശിവന്റെ 3ആം കണ്ണുണ്ട്. അതിന് നിങ്ങൾക്ക് ഉണർത്താൻ കഴിയും, നിങ്ങൾക്ക് ഉയർത്താൻ കഴിയും. നിങ്ങൾക്ക് മാത്രമേ അത് ഉണർത്താനും ഉയർത്താനും കഴിയൂ. തേർഡ് ഐ ആക്ടിവേറ്റ് ചെയ്യാനായി നമ്മൾ പൈസ കൊടുത്ത് ആരുടെയെങ്കിലും മുമ്പിൽ പോയിരുന്നാൽ അത് ആക്റ്റീവ് ആകില്ല. നിങ്ങളുടെ പൈസ അയാൾക്ക് കിട്ടും എന്നുള്ളതല്ലാതെ ഇത് ഉണർത്തണമെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെടണം. മാർഗങ്ങൾ പലർക്കും പറഞ്ഞു തരാൻ പറ്റും, അല്ലേ? പക്ഷെ നിങ്ങൾ ചെയ്താൽ മാത്രമേ പൂർവ്വജന്മ കർമ്മങ്ങളും പൂർവ്വജന്മ ദുഷ്കർമ്മങ്ങളുടെ സ്വാധീനവും
ഒക്കെ മാറിക്കഴിയുമ്പോൾ, ചക്രങ്ങൾ പ്യൂരിഫൈ ചെയ്ത് കഴിയുമ്പോൾ, ഇടാ പിംഗല നാടികളാകുന്ന 3 പൈപ്പുകളിൽ കൂടി പ്രാണനാകുന്ന ജലം ആജ്ഞയിലേക്ക് ഒഴുകിയെത്തുമ്പോൾ, ആ തടസ്സങ്ങളെല്ലാം നീങ്ങുമ്പോൾ നിങ്ങൾ തേർഡ് ഐ ഓപ്പൺ ആകുമെന്നാണ് പറയുക. ഓക്കെ, തേർഡ് ഐ ഓപ്പൺ ആകുമ്പോഴാണ് നമുക്ക് സൂക്ഷ്മതലങ്ങളിലുള്ള ദർശനങ്ങൾ സാധ്യമാകുന്നതെന്ന് യോഗിമാര് പറയുന്നു. ഓക്കെ, ഇതിന്റെ ഹയർ തലമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പറയുന്ന ശിവകുണ്ഡലിനി യോഗമായിട്ടല്ല ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന, ഇപ്പൊ നിങ്ങളെല്ലാം 3-ാം സ്റ്റേജിലുള്ളവരാണ്. ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അത് നമ്മുടെ ജീവിതത്തിലും, ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും വളരെ വളരെ വലിയ രീതിയിലുള്ള വികാസം നിങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, ഇതാണ് ആമുഖമായിട്ട് പറയാനുള്ളത്.